ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കശുവണ്ടി മുളപ്പിച്ചെടുത്ത ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കശുവണ്ടി മുളച്ച ഭാഗമാണിത്. അതിൻ്റെ ആ മുളച്ച ഇലയൊന്നും വേണ്ട, ബാക്കിയുള്ള ഭാഗം എടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് കുറച്ച് ദിവസം പറിച്ച് വെച്ച കശുവണ്ടിയാണിത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം അതിൻ്റെ ആ കറ അങ്ങ് പോകണം. നന്നായി കഴുകിയെടുത്ത ശേഷം നമുക്ക് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇത്: സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, പിന്നെ വേപ്പില, 1-ാം പാല്, 2-ാം പാല്. ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട ശേഷം ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. ഉപ്പിട്ട് നല്ലപോലെ വഴറ്റിയ ശേഷം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും കറിവേപ്പില ഇട്ട് വഴറ്റുക. ഇത് നന്നായി വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, പെരുംജീരകം, ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി ഇവയെല്ലാം ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മളുടെ അരിഞ്ഞു വെച്ച തക്കാളി അതിലേക്ക് ഇടുക. എന്നിട്ട് ഈ തക്കാളി നല്ലപോലെ വഴണ്ട് വരുന്നത് വരെ നല്ലപോലെ വഴറ്റി എടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കശുവണ്ടി ഇതിലേക്കിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ 2-ാം പാലൊഴിച്ച് ഇത് നല്ലപോലെ വേവിച്ചെടുക്കണം. ഇങ്ങനെ കറിയായിട്ടെടുക്കാൻ ഇഷ്ടമില്ലാത്തവർ വേണമെങ്കിൽ ഇത് അരച്ച് പേസ്റ്റാക്കിയിട്ട് നമുക്ക് മറ്റുള്ള ചിക്കൻ കറിയിലും കടലക്കറിയിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതും നല്ലതാണ്, നല്ല ടേസ്റ്റാണ്, കറിക്ക് നല്ല തിക്നെസ് കിട്ടും. അപ്പോൾ അങ്ങനെ ദേ വെന്ത് വന്നു. അതിനുശേഷം നമ്മുടെ 1-ാം പാലെടുത്ത് ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.